ജമീൽ താത്ത, ആ വേരി കേറിട്ടോ. ഇത് പെണ്ണിന്റെ വല്യമ്മാണ്. ഇത് ചെക്കന്റെ പെങ്ങളാട്ടോ. എല്ലാ ചെക്കൻ വന്നീലേ? ഇല്ല, എനിക്ക് പറ്റിയ ഓന് പറ്റിയ മാതിരിയാ. ആ, ഓള് കണ്ട് ഇഷ്ടപ്പെട്ട പിന്നെ ഓന് വന്നാ മതിയല്ലോ. എല്ലാ പെണ്ണിനെ വിളിക്ക്. മോളെ ഫാത്തി, ഞാനൊന്ന് പോയോക്കട്ടെ. ആ, ആള് വന്നല്ലോ. ഇതാണ് പെണ്ണ്. ഓൾക്ക് സ്വന്തം എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഓളെ ഉമ്മയും വാപ്പിയൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഒരു ആക്സിഡന്റിൽ മരിച്ചതാ. ആ, അതൊക്കെ ഞാൻ പറഞ്ഞിക്കണ്. എനിക്ക് മോളെ ഇഷ്ടായി. എന്നാ ഇനി ചെക്കൻ വന്ന ഒരു ദിവസം കണ്ടോട്ടെ. ഓർക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ. അതിന്റെ ആവശ്യമില്ല. ഓൻ അങ്ങനെ പറയാനൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവൂലേ. ഓൻ പറയണത് തന്നെ ഒരാൾക്ക് തിരിയണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ആ, ചെക്കനും പെണ്ണും സംസാരിക്കാഞ്ഞിട്ടാണ് ഇപ്പോ. ഇതങ്ങോട്ട് ഉറപ്പിക്കാന്നല്ലാണ്ട്. അല്ല, ചെക്കൻ എന്താ പണി? ഓനങ്ങനെ പണിക്കൊന്നും വിടയില്ല. ഒരു കുട്ടികളെ സ്വഭാവമാണ്. പിന്നെ പെണ്ണട്ടിച്ച നന്നാവല്ലോ വെച്ചിട്ടാണ് പെണ്ണോക്കുന്നത്. ചെക്കൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾ ഇവരോടൊന്നും പറഞ്ഞില്ലേനോ? എന്ത് പറയാനാണ് ഇപ്പൊ ഉള്ളത്? ഓൾക്ക് പറ്റിയൊരു ചെക്കനെ കൊണ്ടുവരാൻ പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന്. എല്ലാം ഇപ്പോഴും പറഞ്ഞില്ല. ചെക്കൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്? ഇവർക്ക് 3 ആങ്ങളാരാ. ഇവനാണ് ഏറ്റവും ചെറുത്. ഇവന് ബുദ്ധി വളർച്ച കുറച്ച് കുറവാ. എല്ലാം ഉമ്മ ഈ അടുത്താണ് മരിച്ചത്. ഓന് ഉമ്മന്റെ അടുത്ത് തന്നെയായിരുന്നു. ഇപ്പൊ മക്കളുള്ളതുകൊണ്ട് ഇന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂലേ. ഓന് ചൂടായ മക്കൾ എന്തെങ്കിലും കാട്ടിക്കാളുവേ. ഇവര് പെണ്ണോക്കണ് കുറച്ചായി. ഇങ്ങനെയുള്ളവർക്ക് പെണ്ണ് കിട്ടി വരൂലാലോ. അപ്പോഴാണ് ഞാൻ നിങ്ങളെ കാര്യം ഓർത്തത്. ഇവൾക്കാണെങ്കിൽ കണ്ണും കാണൂല. എനിക്ക് അതൊരു പേടിയുണ്ട്. എന്ത് പേടിക്കാനാണ്? ഇവള് ഇവിടുത്തെ എല്ലാ കാര്യം ചെയ്യുന്നതാണ്. ഒരു പെരയിലേക്ക് ഓള് മതിയില്ലേ. ഈ എന്താ പറഞ്ഞു വരുന്നത്? കണ്ണ് കാണൂലെങ്കിലും ഓള് ഉഷാറാന്ന് കേട്ടപ്പോഴാണ് എനിക്ക് സമാധാനായത്. കാണാനും തരക്കേടില്ല. നല്ല മോള്. ഓന് ഇത്ര മൊഞ്ചൊന്നും ഇല്ല കേട്ടോ. ഓനിപ്പോ മൊഞ്ചുണ്ടായിട്ട് ഓൾക്ക് കാണാൻ കഴിയൊന്നും ഇല്ലാലോ. ഓൾക്ക് നാണം വന്ന്. എന്തായാലും നമുക്കിത് ഉറപ്പിക്കല്ലേ. വീട്ടിൽ കയറി വന്നോണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. സെയിൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ കുട്ടി ഇവിടെ എനിക്കൊരു ബാധ്യതയോ ഭാരോ ആയിട്ടല്ല ഞാൻ എന്നോട് കല്യാണം നോക്കാൻ പറഞ്ഞത്. എനിക്ക് എന്തെങ്കിലും പറ്റിയ ഓൾ ഒറ്റക്കാവല്ലോ വിചാരിച്ചിട്ടാണ്. മോളെ, എൻ്റെ ആങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തത് ഞാൻ ഒരു കുറവാക്കി പറയല്ല. ഓളെ ഞാൻ എങ്ങനെ അങ്ങനത്തെ ഒരാളെ തമ്മിൽ വിശ്വസിച്ച് ഏൽപ്പിക്കും?